പ്രണയതാണ്ഡവം. രചനാ സംഭാഷണം രുദ്രപ്രിയ. ജയം പറഞ്ഞിട്ട് പോയത് കേട്ടപ്പോൾ ശ്രീധരന് ആകെ മൊത്തം ഹാലിളകി. കുറച്ചുനാൾ താനിവിടെ ഇല്ലാതിരുന്ന സമയത്തുണ്ടായ പ്രശ്നങ്ങൾ കാരണം ജയയും ലക്ഷ്മിയുമായി നന്നായി അടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ കീരിയും പാമ്പിനെ പോലെ കഴിഞ്ഞിരുന്നവരാണ്. കൂടുതലൊന്നും കടുപ്പിച്ച് പറയാനൊക്കില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ആ എസ്ഐയുടെ ചെവിയിൽ കൊണ്ടെത്തിക്കും. അയാൾക്ക് പിന്നെ പണ്ടേ തന്നെ ഒരു നോട്ടമുള്ളത് കൊണ്ട് എപ്പോൾ വേണമെങ്കിലും തൂക്കി അകത്താക്കാം. ഇനി കാര്യങ്ങൾ നോക്കിയും കണ്ണുമേ ചെയ്യാവൂ. എന്തായാലും സമാധാനത്തിൽ ഓരോന്ന് കണ്ടറിഞ്ഞ് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകും. ഇപ്പോൾ തൽക്കാലം കയറി കിടക്കാനൊരു ഇടമാണ് ആവശ്യം. 3 നേരം ഭക്ഷണവും അതെന്തായാലും ഇവിടുന്ന് കിട്ടും. കൂടുതൽ എന്തെങ്കിലും കളിച്ചു കഴിഞ്ഞാൽ ആ മറ്റവൻ അടങ്ങിയിരിക്കില്ല. ആലോചനകൾ പല വഴിയിൽ കാട് കയറിയപ്പോൾ അടുക്കളയിൽ നിന്ന് ലക്ഷ്മിയുടെ കടുപ്പിച്ചുള്ള ഒച്ചയും ബഹളവും കേൾക്കാം. മുറിക്കുള്ളിൽ വാരി വലിച്ചിട്ടിരിക്കുന്ന അലക്കാനുള്ള തുണികളൊക്കെ ബക്കറ്റിലേക്ക് വാരി താത്ത് വയ്ക്കുകയായിരുന്നു ലക്ഷ്മി. അപ്പോൾ സാർ വിളിച്ചപ്പോൾ ഞാൻ അല്പം തിരക്കിലായിരുന്നു. അതുകൊണ്ടാണ് ഒഴിവായപ്പോൾ ഞാൻ ഇങ്ങ് പോന്നത്. സാർ എന്താ വിളിച്ചതെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. കുടിച്ചുകൊണ്ടിരുന്ന ചായ ഗ്ലാസ് താഴേക്ക് വെച്ചുകൊണ്ട് പ്രസിഡന്റ് കസേരയിലൊന്ന് തെളിഞ്ഞിരുന്നു. അല്ല പ്രസിഡന്റേ, ബാലയുടെ വീടൊന്ന് പുതുക്കി പണിയണമായിരുന്നു. പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് വല്ലതും ഉണ്ടാവുമോ? ഉണ്ടല്ലോ സാറേ, അത് അവരുടെ പേരിന് എന്നേ സാങ്ഷനായതുമാണ്. അന്ന് പിന്നെ സുമയ്ക്ക് ശ്രീധരനെ പേടിച്ച് ഒന്നും ചെയ്യാൻ വയ്യായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഇത്രയും നാളിട്ട് ഇഴഞ്ഞു പോയത്. ഇനിയിപ്പോൾ ആ പേടി വേണ്ട. ബാലക്കൊച്ചിൻ്റെ പേരിലാണ് വീട്. അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ പേരിൽ നമുക്ക് ബാക്കി നടപടിക്രമങ്ങളൊക്കെ ചെയ്യാം. എന്നാൽ പിന്നെ അതൊന്ന് നോക്കാം. ബാലയുടെ വീടിന് മെയിൻ്റെനൻസ് ഉണ്ട്. അത് ഞാൻ ഇന്ന് തന്നെ പഞ്ചായത്തിൽ പോയി കാര്യങ്ങളെല്ലാം ശരിയാക്കാം. സാർ മോളെയും കൊണ്ട് പേപ്പറുകളൊക്കെ ശരിയാകുമ്പോൾ ഒന്ന് ഒപ്പിടാൻ വന്നാൽ മതി. മംഗലത്തമ്മയും കമലവും കൂടി കുടുംബക്ഷേത്രത്തിൽ പൊങ്കാലയ്ക്ക് പോകുന്നത് കൊണ്ട് ബാല വീട്ടിൽ തനിച്ചേ ഉള്ളൂ. അതുകൊണ്ട് ആദ്യം ഇന്ന് ലീവാണ്. മോള് കൂടി വരാത്തത് കൊണ്ട് എനിക്ക് ആകെ വല്ലായ്മ അച്ചു. ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ് അവൾ എൻ്റെ ഒപ്പം വരാൻ. സാരമില്ലമ്മേ, എപ്പോൾ വേണമെങ്കിലും അവൾക്ക് വരാമല്ലോ. നീ ഒരിടത്തും പോയേക്കരുത്. അവളിവിടെ തനിച്ചേ ഉള്ളൂ. ഇല്ലമ്മേ, ഞാൻ എവിടെ പോവാനാ? എന്നാൽ ശരി, ഞങ്ങൾ ഇറങ്ങുന്നു. കഴിക്കാനും കുടിക്കാനും ഉള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇറങ്ങാൻ നേരം കമലം ഓർമ്മപ്പെടുത്തി. ആയിക്കോട്ടെ ചേച്ചി, ഞാൻ എടുത്ത് കഴിച്ചോളാം. നിറഞ്ഞ ചിരിയോടെ തന്നെ ആദ്യം അതിന് മറുപടിയും പറഞ്ഞു. അവർ രണ്ടുപേരും കാറിൽ കയറി പോകുന്നത് കണ്ടിട്ടാണ് ആദ്യം മുൻവശത്തെ ഡോറടച്ച് അകത്തേക്ക് പോയത്. അമ്മ രാവിലെ പോകുന്നതിന് മുമ്പ് തന്നെ മോനൂട്ടൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അവനുള്ള ആഹാരവും കൊടുത്ത് ഉറക്കിയിട്ടാണ് പോയത്. ബാലയ്ക്ക് പിന്നെ പീരീഡ്സിൻ്റെ സമയത്ത് വല്ലാത്ത അസ്വസ്ഥതയും വയറുവേദനയുമാണ്. മൂഡ് സ്വിങ്സിൻ്റെ അങ്ങേ അറ്റമാണ് പെണ്ണ്. ചില നേരത്ത് വല്ലാത്ത ദേഷ്യവും ചിലപ്പോൾ മോനൂട്ടനേക്കാൾ കൊഞ്ചലുമാണ്. അമ്മയുള്ളപ്പോൾ തൻ്റെ മുഖത്ത് പോലും നോക്കില്ല. ആലോചിച്ചുകൊണ്ടാതെ റൂമിലേക്ക് ചെല്ലുമ്പോൾ വയറും അമർത്തിപ്പിടിച്ച് കിടന്നുറങ്ങുന്നുണ്ട്. ഒന്നും നോക്കിയില്ല, അവളുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നു. പതിയെ വയറിനുമേലെ ഇരിക്കുന്ന അവളുടെ കയ്യിലേക്ക് തൻ്റെ കൈപ്പടം കൂടി ചേർത്ത് വെച്ചു. പെട്ടെന്ന് പെണ്ണ് കണ്ണ് വലിച്ചു തുറന്നു. ആദ്യയെ കണ്ടപ്പോൾ അവൻ്റെ അടുത്തേക്ക് ചേർന്ന് നെഞ്ചിൽ പറ്റി. നല്ല വേദനയുണ്ടോ മോളെ? ആദ്യം അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി വലത് കൈകൊണ്ട് അവളുടെ വയറിൽ ഒഴിഞ്ഞുകൊണ്ട് ചോദിച്ചു. അതിന് കണ്ണു തുറന്ന് അവനെ ഒന്ന് നോക്കുകയല്ലാതെ അവൾ മറുപടി പറഞ്ഞില്ല. നമുക്ക് കല്യാണം കഴിക്കാൻ അച്ചുവേട്ടാ. പെണ്ണിൻ്റെ കൊഞ്ചുള്ള പറച്ചിൽ കേട്ട് ഇത്തവണ ഞെട്ടിയത് ആദ്യമായിരുന്നു. കേട്ടത് സത്യമാണോ എന്നറിയുന്നതിനായി അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. അപ്പോഴും കള്ളച്ചിരി ഒളിപ്പിച്ചുകൊണ്ട് പെണ്ണവൻ്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു വെച്ചു. ബാല, നീ കാര്യമായിട്ടാണോ പറഞ്ഞത്? ആദ്യം എഴുന്നേറ്റ് ഒപ്പം തന്നെ അവളെയും എഴുന്നേൽപ്പിച്ച് തൻ്റെ നെഞ്ചിൽ ചാരി ഇരുത്തിക്കൊണ്ട് ചോദിച്ചു. നമുക്ക് വിവാഹം കഴിക്കാം അച്ചുവേട്ടാ. എനിക്ക് അച്ചുവേട്ടനെ ഒരുപാട് സ്നേഹിക്കാൻ തോന്നുന്നു. കുഞ്ഞു പിള്ളേരെ പോലെ കൊഞ്ചിക്കൊണ്ടുള്ള പെണ്ണിൻ്റെ പറച്ചിൽ കേട്ടപ്പോൾ ആദ്യം അവളുടെ നെറ്റിയിൽ തൻ്റെ നെറ്റി മുട്ടിച്ചു വെച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് ഇനിയിപ്പോൾ അമ്മ ഡിസ്ചാർജ് ആയി വരുമല്ലോ. ലക്ഷ്മിയും ഉണ്ണിക്കുട്ടനും അമ്മയും പഴയതുപോലെ അവരൊന്നിച്ച്. അച്ചുവേട്ടൻ അമ്മയോട് സംസാരിക്കണം. നമ്മുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്താൻ പറയണം. എന്താടി, അയാൾ വന്നതിൻ്റെ പേടി കൊണ്ടാണോ? ഇനി ശ്രീധരൻ ജയിലിൽ നിന്ന് വന്നതറിഞ്ഞത് മുതലുള്ള അവളുടെ ഭയം മനസ്സിലോർത്തുകൊണ്ട് ആദ്യം ചോദിക്കുമ്പോൾ അവൾ അവനെ ഒന്നുകൂടി അമർത്തിപ്പിടിച്ചു. അയാളെ എനിക്ക് പേടിയില്ല അച്ചുവേട്ടാ. ഇത്രയും നാൾ ഞാൻ കൂടെ ഉണ്ടായിരുന്നിട്ട് പോലും ശ്രീബാല അയാളുടെ മുന്നിൽ പിടിച്ചു നിന്നിട്ടുണ്ട്. ഇനിയും അത് അങ്ങനെ തന്നെയാവും. പക്ഷേ എങ്കിലും ഇപ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നത് എൻ്റെ അച്ചുവേട്ടൻ്റെ കൂടെയുള്ള ജീവിതമാണ്. ശ്രീബാല പൂർണ്ണമായും ആദിത്യന് സ്വന്തമാവണം. അച്ചുവേട്ടൻ അമ്മയോട് സംസാരിക്കില്ലേ? അവൻ്റെ മുഖത്തോടി വിരലോടിച്ചുകൊണ്ട് പെണ്ണ് തളർന്ന മുഖത്തോടു കൂടി ചോദിച്ചു. എത്ര നാളായി ഞാൻ മനസ്സിലിട്ട് കൊണ്ട് നടക്കുന്നതാടി. ഇന്ന് തന്നെ അമ്മയോട് സംസാരിക്കാം, പോരെ? പറഞ്ഞുകൊണ്ട് അവളുടെ മുഖമാകെ അവൻ ചുംബനം കൊണ്ട് മൂടി.
അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖം പൊഴുത്തുമ്പോൾ പെണ്ണവനെ തള്ളി മാറ്റി. രാവിലെ ബാലയും ആദിയും കൂടി വീട്ടിലേക്ക് വരുമ്പോൾ അവരുടെ ഒപ്പം പഞ്ചായത്തിൽ നിന്നുള്ള 1-2 ഉദ്യോഗസ്ഥരും കൂടി ഉണ്ടായിരുന്നു. ലോണ് പാസ്സായതും വീട് പണി തുടങ്ങാനുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനുമൊക്കെ ആയിരുന്നു അവർ വന്നത്. തൽക്കാലം മെയിൻ്റെനൻസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിനുള്ള പൈസയാണ് അനുവദിച്ചിട്ടുള്ളതും. അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത് വരെ, വീട് പണി കഴിയുന്നത് വരെയും ഉണ്ണിക്കുട്ടനോടും ലക്ഷ്മിയോടും പൊന്നുമംഗലത്തേക്ക് വന്നു നിൽക്കാൻ പറഞ്ഞു. ലക്ഷ്മി അതിന് സമ്മതം പറഞ്ഞില്ല. അതൊന്നും വേണ്ട ബാലേച്ചി, നീ എന്താ ലക്ഷ്മി അങ്ങനെ പറയുന്നത്? ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന് കരുതിയിട്ടാണോ? ആദ്യം അവളോട് ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല ഏട്ടാ, അവരുടെ വീടിനോട് ചേർന്നുള്ള പഴയ ചായ്പിനെ ഒന്ന് വൃത്തിയാക്കി തന്നാൽ മതി, ഞങ്ങൾ അവിടെ കിടന്നുകൊള്ളാം. ഉണ്ണിക്കുട്ടനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അത്രയും ഉറപ്പോടുകൂടി ലക്ഷ്മി പറയുമ്പോൾ പിന്നീട് എതിർക്കാൻ നിന്നില്ല. എതിർത്തിട്ടും പ്രയോജനമില്ലെന്ന് അവൾക്കറിയാം. അന്നത്തെ ദിവസം തന്നെ ചായ്പ് വൃത്തിയാക്കി. അടുക്കളയും 2 റൂമും തിരിച്ച് ആദിയുടെ പരിചയത്തിലുള്ള സ്റ്റീൽ ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്യുന്ന ആളെ കൊണ്ട് തന്നെ 2 ദിവസം കൊണ്ട് പണി ചെയ്ത് തീർത്തു. ഈ 2 ദിവസങ്ങളിലും ശ്രീധരനെ ആ ഭാഗത്തേക്ക് കണ്ടതേയില്ല. കൂട്ടുകാരിൽ നിന്നും വീട്ടിൽ പണി നടക്കുന്ന കാര്യങ്ങളും അതിനെല്ലാം മേൽനോട്ടം വഹിച്ചു നിൽക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റും ആദിയും ഒക്കെയാണെന്നും അവൻ അറിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അങ്ങോട്ടേക്ക് പോകാത്തത്. തൽക്കാലം ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ ഒന്നും ചെന്ന് ചാടേണ്ടെന്നും എങ്കിൽ കിടപ്പാട് നഷ്ടമാകുമെന്നും ശ്രീധരൻ ഇതിനോടകം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയായിരുന്നു ഇപ്പോഴുള്ള ഈ മാറ്റം. 2 ദിവസത്തെ പണി കഴിഞ്ഞപ്പോൾ വീടിനേക്കാൾ ഭംഗിയായി ചായ്പ്. ഒരാഴ്ച കൊണ്ട് നടക്കുമെന്ന് തോന്നിയ വീട് പണി തീർന്നപ്പോൾ ഏകദേശം 2 ആഴ്ച പിന്നിട്ടു. ഇതിനിടയിൽ ഹോസ്പിറ്റലിൽ സുമയെ കാണാൻ പോയ ബാലയും ഉണ്ണിക്കുട്ടനും ആദിയും ലക്ഷ്മിയും ചേർന്ന് അമ്മയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. വീട് പണി നടക്കുന്നതൊക്കെ കണ്ടപ്പോൾ സുമയ്ക്ക് സന്തോഷം തോന്നി. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് താൽക്കാലികമായി നിർമ്മിച്ച ചായ്പ് തന്നെയായിരുന്നു. ബാല പിണക്കമൊന്നുമില്ലാതെ സുമയോട് ഇടപെടുന്നത് തന്നെയായിരുന്നു അവരുടെ പെട്ടെന്നുള്ള മാറ്റത്തിൻ്റെ കാരണവും. അതിന് കാരണക്കാരനായത് സാമൂൽ ഡോക്ടറും ആദിയും ആയിരുന്നു. സുമ വരുന്നു എന്നറിഞ്ഞുകൊണ്ട് തന്നെ ജയ അന്ന് തൊഴിലുറപ്പിന് പോയില്ല. അന്നത്തെ ദിവസം വീട്ടിൽ ജോലികളൊക്കെ ചെയ്തുകൊണ്ട് അവിടെ തന്നെ നിന്നു. സുമയെ കണ്ടപ്പോൾ ജയയ്ക്ക് സങ്കടം അടക്കാൻ കഴിഞ്ഞില്ല. വീട്ടിലേക്ക് ചെന്നപാടെ കെട്ടിപ്പിടിച്ച് 2 പേരും ഏറെ നേരം കടഞ്ഞു. എല്ലാ സങ്കടങ്ങളും പിണക്കങ്ങളും അകന്നു മാറി. വീട്ടിലെത്തിയതിൽ പിന്നെയാണ് ശ്രീധരൻ വന്നിട്ടുള്ള കാര്യം സുമയോട് പറയുന്നത്. പറയാതിരുന്നപ്പോൾ ശ്രീധരൻ പെട്ടെന്ന് വന്ന് പ്രശ്നമുണ്ടാക്കുമ്പോൾ അമ്മയെ അത് മോശമായി ബാധിച്ചാലോ എന്നെല്ലാവരും ഭയന്നു. രാവിലെ പൊന്നുമകളത്ത് നിന്ന് മോനൂട്ടനുമായി ബാല വീട്ടിലേക്ക് വരും. അതിനുശേഷം ആദി വൈകുന്നേരം വരുമ്പോൾ തിരികെ കൂട്ടിക്കൊണ്ടു പോകും അവളെയും കുഞ്ഞിനെയും. ആദ്യത്തെ 1-2 ദിവസം സുമയ്ക്കത് വലിയ സങ്കടമായിരുന്നു. എങ്കിലും പിന്നീട് കാര്യങ്ങൾ മനസ്സിലായപ്പോൾ ആ സങ്കടവും കുറഞ്ഞു. ഈ ഒരാഴ്ചയും ശ്രീധരൻ വീട്ടിലേക്ക് വരാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചു. ആദ്യമേ ചെന്ന് പ്രശ്നമുണ്ടാക്കി അവരുടെയൊന്നും കണ്ണിലെ കരടാവണ്ട. പതിയെ സാവധാനത്തിൽ കാര്യങ്ങൾക്ക് നീക്കുപോക്കുണ്ടാക്കാം. മറ്റന്നാളാണ് വീട് പണി കഴിഞ്ഞ് അപ്പുറത്തേക്ക് താമസം മാറുന്നത്. അതുകൊണ്ട് തന്നെ അത് ചെറിയൊരു ചടങ്ങായി തീർക്കാമെന്ന് മംഗലത്തമ്മയും അഭിപ്രായം പറഞ്ഞു. പുതിയ വീടല്ലെങ്കിലും നമ്മുടെ വീട് പണി കഴിഞ്ഞ് കയറുന്നതല്ലേ, അപ്പോൾ പിന്നെ അതിത്തിരി സന്തോഷത്തോടെ ആകാൻ പാല. അതുകൊണ്ട് തന്നെ തൊഴിലുറപ്പിൻ്റെ ആൾക്കാരെയും ജയമാമിയെയും കമലയെയും ഹോസ്പിറ്റലിൽ നിന്ന് 1-2 പേരെയും സാമൂൽ ഡോക്ടറെയും ഹരിയെയും ഒക്കെ ചടങ്ങിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ ആഘോഷത്തോടു കൂടി തന്നെ രാവിലെ പാലുകാച്ചൽ ചടങ്ങ് നടത്തി. ബാല നിലവിളക്കുമായി അകത്തേക്ക് കയറി. തൊട്ട് പിന്നാലെ ലക്ഷ്മി, ഉണ്ണിക്കുട്ടനും സുമയും. ചെറിയ തോതിൽ ഒരു പാലുകാച്ചൽ ചടങ്ങ് കഴിഞ്ഞു. അതിനുശേഷം വന്നവർക്കൊക്കെ സദ്യയും. അത് കാറ്ററിംഗുകാരെ കൊണ്ട് നേരത്തെ ഏർപ്പാട് ചെയ്തിരുന്നു. എല്ലാവരും ഭക്ഷണം കഴിച്ച് അവിടെ നിന്നും പോയി. അന്ന് രാവിലെ മുതൽ ശ്രീധരൻ ആരോടോ ഉള്ള വാശി തീർക്കുന്നത് പോലെ ഷാപ്പിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു. എന്നാൽ ശ്രീധരേട്ടാ, സ്വന്തം വീടിൻ്റെ പാലുകാച്ചിന് നിങ്ങളെ അറിയിച്ചില്ലെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഏറ്റവും അടുത്ത കൂട്ടുകാരനായ കുമാരൻ പറയുമ്പോൾ അവനെ ദഹിപ്പിക്കുന്ന ഒരു നോട്ടം നോക്കി ശ്രീധരൻ. എന്നെ മൂപ്പിക്കാൻ വേണ്ടിയാണ് നീ ഇത് പറയുന്നതെന്ന് എനിക്കറിയാം കുമാര. തൽക്കാലം അതും കേട്ടുകൊണ്ട് അവൻ്റെ വായിൽ ചെന്ന് ചാടാൻ ഞാനില്ല. ഇത്രയും നാളും നീയൊക്കെ മൂപ്പിച്ചതിൻ്റെ ഫലം ഒറ്റയ്ക്ക് ഞാൻ അനുഭവിച്ചു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് കള്ളിമ്പുറത്ത് ശ്രീധരനെ ആരും അത്ര വില കുറച്ച് കാണണ്ട. ഇന്നത്തോടു കൂടി ഒന്നും അവസാനിക്കുന്നില്ലല്ലോ. എല്ലാത്തിൻ്റെയും തുടക്കമാണിത്. നീയൊക്കെ ചെവിന്നുള്ളിക്കോ. ഈ ശ്രീധരനൊന്ന് മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ, ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയിരിക്കും. അതിന് ഏതറ്റം വരെ പോയാലും. വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോൾ ബാലയ്ക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു. അമ്മയും സഹോദരങ്ങളും അടച്ചുറപ്പുള്ള ഒരു വീട്ടിൽ സുരക്ഷിതരായിരുന്നതിൻ്റെ എല്ലാ സന്തോഷവും അവളിൽ പ്രകടമായി കാണാം.
അവളുടെ സന്തോഷം അപ്പാടെ ആദിയിലേക്കും അമ്മയിലേക്കും കൂടി പകർന്നു കിട്ടി. ഞാൻ അമ്മയോട് കുറച്ച് ദിവസമായി ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും അത് പറയാൻ പറ്റിയ ദിവസം ഇന്ന് തന്നെയാണ്. ആദി ആ സംസാരത്തിന് തുടക്കമിടിയിച്ചു. തുടരും. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. വേൾഡ് ഓഫ് രുദ്ര രുദ്രപ്രിയ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ.